കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. പൈലിംഗ് ജോലികൾ അല്പസമയത്തിനകം ആരംഭിക്കും. കാക്കനാട് കുന്നുംപുറത്താണ് പൈലിംഗ് നടക്കുക. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എബിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തുടങ്ങുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായിരുന്നു കൊച്ചി മെട്രോ. അതിന്റെ രണ്ടാം ഘട്ടമാണ് ആരംഭിക്കുന്നത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയാണ് 11.2 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോയുടെ രണ്ടാം ഘട്ടം. ഏറ്റവും തിരക്കേറിയ ഒരു റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ആളുകൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. ഏകദേശം 2000 കോടിയോളം രൂപയാണ് ഈ രണ്ടാം ഘട്ടത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ പൈലിംഗ് ജോലികളാണ് ആരംഭിക്കുന്നത്. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയാണ് ഇപ്പോൾ പൈലിംഗ് ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് ഈ രണ്ടാം ഘട്ടത്തിലുള്ളത്. പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി ഉള്ള ഇൻഫോ പാർക്കിലേക്ക് ഈ രണ്ടാം ഘട്ടത്തിൽ നീളുമ്പോൾ ഈ കൂടുതൽ യാത്രക്കാരെ ഈ മെട്രോയിലേക്ക് ആകർഷിക്കാൻ കഴിയും. കൂടുതൽ പേർക്ക് അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ് കൊച്ചി മെട്രോയുടെ വിലയിരുത്തൽ. ആ രീതിയിലാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത്. 2026ഓടെയാണ് പദ്ധതി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ പാലാരിവട്ടം, ചെമ്പൂക്ക് അങ്ങനെ കടന്നാണ് ഇൻഫോ പാർക്കിലേക്ക് ഈ മെട്രോ എത്തുക. 11.2 കിലോമീറ്റർ ദൂരത്തിലാണ്. കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് മെട്രോയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് ബന്ധപ്പെടുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ ആളുകളെ നഗരത്തിലേക്ക് എത്തിക്കുവാനും തിരിച്ചു പോകാനും വരാനുമൊക്കെയുള്ള സൗകര്യം ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. അതിൻ്റെ പൈലിംഗ് ജോലികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.